ഹായ് ഫ്രണ്ട്സ്, അപ്പോ ക്രിസ്മസിനുള്ള അടുത്ത ഒരു സ്പെഷ്യൽ ഡിഷുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഇതിന്റെ പേര് എന്തുവാണെന്ന് ചോദിച്ചാൽ എനിക്ക് ക്ലിയർ അറിയില്ല. കാരണം ഇത് റോസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം, കറിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കത്തില്ല. ഈ ചിക്കന്റെ വെള്ളം മാത്രം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ നമ്മുടെ ചിക്കൻ സ്പെഷ്യൽ ഡിഷിന് വേണ്ട സാധനങ്ങൾ: ചിക്കൻ 1.5 കിലോ, അത് യെല്ലോട് കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണേലും എടുക്കാം. മല്ലിപ്പൊടി 5 ടേബിൾ സ്പൂൺ, മുളക് പൊടി അത് കാശ്മീരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് 3.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഗരം മസാല 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, സവാള 7 എണ്ണം അത് ചെറുതായിട്ട് അരിയണം, അതായത് കനം കുറച്ച്, തക്കാളി 2 എണ്ണം അതും ചെറുതായിട്ട് അരിയണം, കൊച്ചുള്ളി 30 എണ്ണം അത് ഈ കടു വറക്കാൻ നമ്മൾ അരിയുന്ന കണക്ക് ചെറുതായിട്ട് വേണം അരിയാൻ, തേങ്ങാക്കൊത്ത് 1/2 മുറി, ഇഞ്ചി വലിയ 2 കഷ്ണം, വെളുത്തുള്ളി 30 അല്ലി അതിന്റെ പകുതി വട്ടത്തിൽ ചെറുതായിട്ട് അരിയണം, പകുതി നീളത്തിലും, പച്ചമുളക് 5 എണ്ണം അത് ചെറുതായി വട്ടത്തിൽ അരിയണം, കറിവേപ്പില ആവശ്യത്തിന്. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം ചിക്കൻ നല്ലതുപോലെ കഴുകി അതിന്റെ വെള്ളം വാലാനായിട്ട് മാറ്റി വെക്കണം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനെന്താ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ പുരട്ടി വെക്കാനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിലേക്ക് ഇടുക. ഞാനിത് കാശ്മീരി മുളക് പൊടിയാ. ഇതേക്കണ്ടോ, ഈ സ്പൂണിന് ഞാൻ മുളക് പൊടി എടുത്തിരിക്കുന്നത് 3.5 സ്പൂൺ, മല്ലിപ്പൊടി ഇതിന് 5 സ്പൂൺ. ഇതാണ് ഞാൻ അളവെടുത്തിരിക്കുന്നത്. ഇതിന് കാശ്മീരി പൊടി തന്നെ വേണം, കാരണം നമുക്ക് ഈ കറി നല്ല ചുമന്നിരിക്കേണ്ട ഒരു കറിയാണ്. അതുകൊണ്ട് കാശ്മീരി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ കാണാൻ ഒരു രസമില്ല. ഞാൻ പറഞ്ഞു, ചിക്കൻ നമ്മുടെ സ്പെഷ്യൽ കറിയല്ലേ ഇത്. ഇത് കരിഞ്ഞു പോവാതെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മൂത്തിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടില്ല. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ആ മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ ആ ചൂടോടെ തന്നെ മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇടുക. ഇനി ബാക്കി സാധനങ്ങൾ ഇടാം. ഇതിലേക്ക് നമ്മൾ ആ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇല്ലേ, ആ വെളുത്തുള്ളി, പകുതി ഇഞ്ചി, പച്ചമുളക്, പിന്നെ തേങ്ങാക്കൊത്ത് ഫുള്ള്, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയിൽ പകുതി കൊച്ചുള്ളി, കാരണം ബാക്കി നമുക്ക് വഴറ്റാൻ വേണം, കടുവറക്കാൻ വേണം. അപ്പോൾ പകുതി ഇതിലിട്ടു. ഇനി ഇടേണ്ടത് 2-3 തണ്ട് കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ളത്, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ചേർത്തിട്ട് പരുവല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാൻ കുഴപ്പമില്ല, ഉപ്പ്. ഇനി ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ വരും. ഈ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി, കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാം യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 2 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ വരെ സമയം ഇത് നല്ലതുപോലെ യോജിക്കാൻ ഇങ്ങനെ വെച്ചേക്കണം. 2 മണിക്കൂർ കഴിഞ്ഞെടുത്ത് വേണേൽ പാചകം ചെയ്യാൻ. 2 മണിക്കൂറും 4 മണിക്കൂറിനും ഇടയ്ക്കുള്ള സമയത്ത് നമുക്കിത് പാചകം ചെയ്യണം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇരിക്കണം. ഇതിപ്പോൾ ഞാൻ അടച്ചു വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാൻ പാടില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ 2-3 ടേബിൾ സ്പൂൺ
വെളിച്ചെണ്ണ ഒഴിച്ചത്, ഒട്ടും വെള്ളം ചേർക്കരുത്. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാൻ തുടങ്ങാം. നല്ലൊരു കടായി, അതായത് നോൺ സ്റ്റിക്ക് ഉണ്ടായി ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഈ കറി വെക്കാനും ഒരു തുള്ളി പോലും വെള്ളം ഉപയോഗിക്കുന്നില്ല. ഈ ഉള്ളികളിലും പിന്നെ ഈ ചിക്കനിലും ഒക്കെ വെള്ളം മാത്രം മതി നമുക്ക്. അതുകൊണ്ട് അടിക്ക് പിടിക്കാത്ത നല്ലൊരു പാത്രം തന്നെ വെക്കണം. ഞാൻ ദേ ഇതിനകത്ത് എണ്ണ ഒഴിച്ചു. അതിനുശേഷം ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു. അത് നല്ലതുപോലെ ഒന്ന് വയളട്ടെ. ഒത്തിരി ഒന്ന് മൂത്ത് പോകണ്ട, ഒന്ന് മുക്കാൽ പരിവും വഴണ്ടാൽ മതി. സാധാരണ ഇത് ഫുൾ വെളിച്ചെണ്ണയിലാണ് വെക്കുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചു. ഇപ്പോൾ ഇത് സൺഫ്ലവർ ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, മറ്റേ ഓയിൽ വേണമെങ്കിൽ അതൊഴിക്കാം. കടുക് വറക്കാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇനി ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അതിൽ ബാക്കിയുള്ളത് അതിടുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് കടുക് വറക്കാൻ ആവശ്യമായിട്ടുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതേ ഇടാവൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് കടുക് താളിക്കാനും ഉപയോഗിക്കാം, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് സവാള ഫുൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് മൊത്തം ഇടാം. ഇട്ട് സാധാരണ ചിക്കൻ കറിക്ക് വഴറ്റുന്നത് പോലെ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിനകത്തേക്ക് വഴലാനായിട്ടൊരു ലേശം ഉപ്പിട്ട് കൊടുക്കാം, ഒത്തിരി വേണ്ട. കാരണം നമ്മൾ ചിക്കനകത്ത് ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. ഈ സവാള ഒന്ന് വഴലാൻ ആവശ്യമായ ഒരു ലേശം ഞാൻ ഇടുന്നുള്ളൂ. എന്നിട്ട് അത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴണ്ടി വരുന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിയാപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇപ്പോൾ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ഇട്ട്, തക്കാളിക്ക് നല്ലതുപോലെ വഴണ്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ വഴണ്ട് അതിൻ്റെ എണ്ണ തെളിയണം, അതാണ് കണക്ക്. അതുവരെ നമുക്ക് ചെറു തീയിൽ ഈ തക്കാളിക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതാ നമ്മുടെ ഉള്ളിയും ടൊമാറ്റോയും എല്ലാം നന്നായിട്ട് മൂത്ത് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം. എൻ്റെ ചിക്കൻ 2.5 മണിക്കൂർ ഞാൻ വെച്ച്, അത് ഫ്രിഡ്ജിലാണ് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണേ വെക്കാം, പുറത്ത് വേണേ വെക്കാം, കുഴപ്പമില്ല. പക്ഷേ ഒരു 4 മണിക്കൂർ കൂടുതൽ പുറത്ത് വെക്കരുത്, അത് കേടായി പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിലാണ് 2.5 മണിക്കൂർ വെച്ച് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇടാം. ഞാൻ ഇപ്പോൾ ചിക്കൻ ഇട്ടു. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഇത് വേവിക്കാം. ഒരു തുള്ളി പോലും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒഴിക്കരുത്. ഇതിനി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ തീ, മീഡിയം വേണ്ട, ഏറ്റവും കുറഞ്ഞ തീയിലാണ് നമ്മളിത് വെക്കുന്നത്. ഇത് ഇച്ചിരി സമയം എടുക്കുന്ന ചിക്കൻ കറിയായ പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാ. ഇത് എന്നിട്ട് ഒരു 5-5 മിനിറ്റ് ഇടവിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ മുകളിൽ നല്ലപോലെ വെള്ളം വന്ന് തിളയ്ക്കാൻ തുടങ്ങും, ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം. അത് മാത്രം മതി, നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇതാ തീ കണ്ടോ, ഞാൻ ഏറ്റവും സ്ലോയിലായിട്ടേക്കുന്നത്. ഈ തീ മാത്രം മതി, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതാ ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് 5 മിനിറ്റ് ആവുന്നതിന് മുമ്പേ നിങ്ങൾ ഒന്ന് നോക്കി ഇളക്കിക്കോണേ, അടിക്ക് പിടിക്കും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം, അതാണ് മെയിൻ. കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഊറി തുടങ്ങിക്കോളും. കാരണം ഏറ്റവും കുറച്ച് തീയിലല്ലേ ഇട്ടേക്കുന്നത്, അപ്പോൾ അത് ചിലപ്പോഴൊക്കെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. പാത്രം കൂടെ നല്ലതാണെങ്കിൽ ഒട്ടും നമ്മുടെ അടിക്ക് പിടിക്കത്തില്ല, ഇത് അടിക്ക് പിടിക്കില്ല. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതേ കണ്ടോ, അതിന് വെള്ളം ഇറങ്ങുന്നത്. ഇതുപോലെ നല്ലതുപോലെ വെള്ളം ഫുള്ളായിട്ട് ഇറങ്ങും. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. ഈ വെള്ളത്തിൽ കിടന്ന് വെന്തോളും. ഈ എണ്ണ തെളിഞ്ഞതുപോലെ കിടക്കുന്നത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ, ഏത് കറിക്കായാലും എങ്ങനെ ചിക്കൻ കറി വെക്കുമ്പോഴും മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ലേശം എണ്ണ ചേർത്ത് ഇളക്കി വെച്ചാൽ അത് നമുക്കിങ്ങനെ കറി വെക്കുന്ന സമയത്ത് നല്ലതുപോലെ അത് എണ്ണ തെളിഞ്ഞു വരും. ഞാൻ വീണ്ടും ആവർത്തിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ, അല്ലേ അടിക്ക് പിടിക്കുമേ. പകുതി വേവായിട്ടുണ്ട്, ഒട്ടും അടിക്ക് പിടിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ 2 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. ഇത് ഇട്ടിട്ട് നല്ലതുപോലെ
ഇളക്കി യോജിപ്പിച്ച് വീണ്ടും അടച്ചു വെക്കാം. ഇത് കണ്ടോ, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ 2-3 മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുത്തതാ. ഇനി നമുക്കിതിൽ കടുക് താളിക്കണം. ഇത് വെന്ത് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഭയങ്കര എണ്ണയാണല്ലോ എന്നൊക്കെ. നമ്മൾ എണ്ണ ഒഴിച്ചത് കണ്ടു, ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു, മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ എണ്ണ യൂസ് ചെയ്ത് വെച്ചാൽ ഇതിൽ നിന്ന് നല്ലതുപോലെ എണ്ണ ഇറങ്ങി കറിക്ക് നല്ല എണ്ണമയം തോന്നും. ഇനി നമുക്ക് കടു താളിക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് കടു താളിക്കുന്നത്. അധികം എണ്ണ വേണ്ട, ലേശം എണ്ണ ഒഴിച്ചാൽ മതി. പാൻ ചൂടായി, ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഇതിലേക്ക് കടുക്. ചില നാട്ടിലുള്ളൊരു ചിക്കൻ കറിക്ക് കടു വറക്കില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ കടു താളിക്കാറുണ്ട്, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. കടു പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കൊച്ചുള്ളി ഇടാം. ഇത് നല്ലപോലെ മൂക്കട്ടെ. ഉള്ളി നന്നായി മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടി വിതറാം. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ അതും ചേർത്തോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ എരി കുറവെന്നെങ്ങാനും തോന്നുന്നെങ്കിൽ എരി വേണ്ടവർക്ക് ഈ കടു താളിക്കുന്നതിൽ ഇച്ചിരി മുളക് പൊടി കൂടി ഇടാം, അല്ലെ കുരുമുളക് പൊടി ചേർക്കാം. ഇതിന് എരി ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർക്കാം, ഞാൻ എക്സ്ട്രാ ആയിട്ട്. ഇതിപ്പോൾ മൂട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇടാം. എന്നിട്ട് ഇത് ഒന്ന് ഇളക്കിയിട്ട്, പൊടിഞ്ഞൊന്നും പോകത്തില്ല ചിക്കൻ, പേടിക്കണ്ട. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കണം. ഈ കടു താളിച്ചത് ഞാൻ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു 1-2 മിനിറ്റ്. അതുപോലെ ഏറ്റവും ചെറിയ തീയിൽ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ സ്ലോ ഫയറിലാണ് ഇത് വേവിക്കുന്നത്. അതുപോലെ തന്നെ സ്ലോ ഫയറിലിട്ട് 1-2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഡിഷ് തയ്യാറായിട്ടുണ്ട്. നല്ലതുപോലെ കഷ്ണങ്ങളിലൊക്കെ മസാല പിടിച്ചിട്ടുള്ള ഒരു ഡിഷാണിത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഇത്. ഈ കടായി വെച്ചത് കൊണ്ടാണ് ഇത്രയൊരു ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത്. ഒരു പക്ഷെ ഞാൻ നേരത്തെ അലുമിനിയം പാത്രത്തിൽ വെച്ചപ്പോൾ കുറച്ച് ഗ്രേവി പോലെ ഉണ്ടായിരുന്നു. ഈ കടായി പെട്ടെന്ന് ചൂട് പിടിക്കും, അതുകൊണ്ടായിരിക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും എന്നെ അഭിപ്രായം അറിയിക്കണം. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ ചെറിയ തീയിൽ വെക്കുന്നത് കൊണ്ട്. എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം, എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം. പ്രത്യേകിച്ച് പറയാനുള്ളത്, വെജിറ്റേറിയൻകാരായിട്ടുള്ളവര് എന്നോട് പിണങ്ങിയിരിക്കേണ്ട, നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിഷ് ഒന്നുമില്ലേ എന്ന് ചോദിക്കേണ്ട. നാളെ തന്നെ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ഡിഷ് ഞാൻ ഇടുന്നതായിരിക്കും. പുതിയ ഡിഷുമായി വരുന്നത് വരെ ബൈ. ഗോഡ് ബ്ലെസ് യു.